പത്തനംതിട്ട വകയാറിൽ ഭാര്യയോടുള്ള സംശയത്തെ തുടർന്ന് ഭർത്താവ് വീടിന് കയറി തീയിട്ടു. പൊള്ളലേറ്റ ഭാര്യ രജനിയും ഇളയ മകനും പത്തനംതിട്ട താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. തീ കൊളുത്തിയ ശേഷം പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ പ്രതി സിജുവിനെ പോലീസ് പിടികൂടി. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് വാർത്തയുടെ അപ്ഡേഷനുമായി ചേരുന്നു. ഷിജോ, ഗുഡ് മോർണിംഗ്. പറയൂ ഷിജോ. ഗുഡ് മോർണിംഗ്. ഭാര്യയെ സംശയിച്ചുകൊണ്ട് വീടിന് തീയിട്ട അസാധാരണമായിട്ടുള്ള ഒരു സംഭവമാണ് പത്തനംതിട്ട വകയാർ കൊല്ലമ്പടിയിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ രാത്രി 1:30 കൊല്ലമ്പടിയിൽ സിജു തന്റെ വീടിന് തീയിട്ടത്. ഭാര്യയോടുള്ള സംശയത്തെ തുടർന്ന് രാത്രിയാണ് ഈ സംഭവം. സിജുവും ഭാര്യയും മക്കളും ഉറങ്ങാൻ കിടക്കുകയായിരുന്നു. ഈ സമയം പുലർച്ചെ 1:30 എഴുന്നേറ്റ സിജു വീടിന് തീയിടുകയായിരുന്നു. അതിനുശേഷം സിജു അവിടുന്ന് രക്ഷപ്പെട്ടു. ഈ വീടിന് തീ പിടിച്ചപ്പോഴാണ് ഭാര്യ രജനിക്കും മക്കൾ ഇളയ മകനും പൊള്ളലേറ്റത്. രജനിക്ക് 40% പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. രജനിയെയും ഇളയ മകനെയും കോന്നി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വീടിന് തീയിട്ടതിന് ശേഷം രക്ഷപ്പെട്ട സിജുവിനെ രാവിലെ 4:30 പ്രമാണം ഭാഗത്ത് നിന്ന് കോന്നി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സിജു ഒരു പെയിന്ററാണ്. അപ്പോൾ ഈ പെയിന്റിങ്ങിന് ഉപയോഗിക്കുന്ന ടിന്നർ അടക്കമുള്ള ഏതെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വീടിന് തീയിട്ടതായിരിക്കാം എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഭാര്യയോടുള്ള സംശയത്തെ തുടർന്നാണ് വീടിന് തീയിട്ടത്. ഭാര്യയ്ക്ക് 40% പൊള്ളലേറ്റുണ്ട്. മകനും സാരമായി പൊള്ളലേറ്റുണ്ട്. ഇളയ മകനാണ് പൊള്ളലേറ്റത്. ഇരുവരുടെയും സിജുവിന്റെയും രജനിയുടെയും രണ്ടാമത്തെ വിവാഹം കൂടിയാണ് ഇത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.